നമസ്കാരം. പ്രതിഭയ്ക്ക് വേണ്ടി ഗോവിന്ദമാഷ് ഇന്ന് ഘോരഘോരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിക്കുന്ന കേട്ടു. പ്രതിഭയ്ക്ക് വേണ്ടി മാത്രം. പക്ഷെ അതിൻ്റെ കൂടെ പറയുന്ന മറ്റ് സ്ത്രീകളും എല്ലാവരും ഇതുപോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറിച്ചാണ്. അതുപോലെ തന്നെ ചിന്ത എടുത്ത് നിൽപ്പുണ്ട്. ചിന്തയെയും ഇതുപോലെ ഒരുപാട് അധിക്ഷേപിച്ചു, മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദമാഷ് തള്ളി മറിക്കുന്നത് കേട്ടു. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, ഈ ചിന്തേച്ചി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സമരം നടത്തിയിരുന്നു. അതിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നത് ഈ പറയുന്ന ചിന്ത ചേച്ചിയാണ്. അവർ പറഞ്ഞ മുദ്രാവാക്യം ശ്രീ ഗോവിന്ദമാഷ് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ പ്രായ ആധിക്യത്താൽ ചിലപ്പോൾ അത് മറന്നുപോയെങ്കിൽ ഞാനത് ഓർമ്മിപ്പിക്കട്ടെ. അതായത്, അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്നായിരുന്നു ആ മുദ്രാവാക്യം. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? താങ്കൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സഖാവേ. അതായത്, അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന് പറയുന്നത്. അതായത്, അവിടെ സ്ത്രീയെ അപമാനിച്ചിട്ടില്ലേ? ചിന്തച്ചേച്ചിയുടെ നേതൃത്വത്തിൽ അത്രയും ആൾക്കാർ സ്ത്രീകളെ അപമാനിക്കുകയല്ലേ ചെയ്തത്? ഒരു സമൂഹത്തിനെ തന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. മനസ്സിലായേ? അതായത്, ഒരു കല്യാണം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. അവൾ പറഞ്ഞ വാചകമാണ് അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന് പറയുന്നത്. അപ്പം ആ അമ്മമാരെ മുഴുവൻ ഒന്നടങ്കം ആക്ഷേപിച്ച ഒരു സ്ത്രീയാണ് താങ്കളുടെ അടുത്ത് താങ്കൾ ഈ പറയുന്ന ധീര വനിത. ഓർക്കണം, എല്ലാ സ്ത്രീകളും അഭിമാനമുള്ളവർ തന്നെയാണ്. അവർക്ക് അഭിമാനമില്ലാത്ത ജോലിക്ക് ചിലപ്പോൾ പോകേണ്ടി വരുന്നത് അവരുടെ കഴിവുകേട് കൊണ്ടല്ല, അവരുടെ നിവൃത്തികേട് കൊണ്ടാണ്. അത് ഈ സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് ആയതുകൊണ്ടാണ് അവർക്ക് ആ ജോലിക്കൊക്കെ പോകേണ്ടി വരുന്നത്. പക്ഷേ ചിന്ത പറഞ്ഞത് അതുമല്ല. ചിന്ത അതിനേക്കാട്ടിലും വലിയ ദ്രോഹമാണ്, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും വലിയ ആക്ഷേപമാണ് സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ചത്. കോൺഗ്രസ്സുകാരെക്കുറിച്ചാണ് പറഞ്ഞത്, മറ്റാരെക്കുറിച്ചുമല്ല. കോൺഗ്രസ്സുകാർക്കെതിരെയുള്ള വലിയൊരു മുദ്രാവാക്യമായിരുന്നു അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന്. അപ്പം ഒന്നടങ്കം ഈ പറയുന്ന ചിന്തയുടെ അമ്മമാരെ ഉൾപ്പെടെ ആക്ഷേപിച്ച ഒരു വലിയൊരു, ലോകത്തെങ്ങും ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരുതരം വൃത്തികെട്ട ഒരു മുദ്രാവാക്യം വിളിച്ച ചിന്തയ്ക്ക് ഈ പ്രതിഭയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ പറഞ്ഞവരെ പറയാനോ എന്ത് അവകാശമാണുള്ളത് എന്ന് എനിക്ക് താഴ്മയായി ഞാൻ ചോദിക്കുകയാണ്. ഇനി ഇതിനെതിരെ കുറേ ആൾക്കാർ എനിക്കെതിരെ ഇപ്പം ഇതിനകത്ത് കമൻറ്റുമായിട്ട് വരും. അപ്പം അവർക്കെതിരെയും ചിന്തച്ചേച്ചിയും ഈ ഗോവിന്ദമാഷും ഇത് തന്നെ പറയണം. കാരണം ഞാനും ഒരു സ്ത്രീയാണ്. ഞാൻ ആർക്കെതിരെയും ഒരു മോശം കമൻറ്റ് ഒന്നും ഇതുവരെ ഇങ്ങോട്ടിട്ടാൽ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ മറുപടി ഇടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഉരുളക്ക് ഉപ്പേരി പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാൽ അതിൻ്റെ അപ്പൂപ്പ